ഹായ് ഫ്രണ്ട്സ്, നാളെ +2 എക്കണോമിക്സ് എക്സാം ഉണ്ട്. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അത് കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും ഉണ്ട്. അപ്പോൾ എക്കണോമിക്സ് എക്സാം നമുക്കറിയാം പല ജില്ലകളിലും പല ഫോമിൽ ജില്ലാതലത്തിലുള്ള മോഡൽ എക്സാംസൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് പുറമെയാണ് ഓൾ കേരള ലെവൽ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് വരുന്നത്. അപ്പോൾ ഇതുവരെ കാര്യമായിട്ടൊന്നും പഠിക്കാത്തവരാണെങ്കിലും, കാരണം നാളെ രാവിലെയും ഉച്ചയ്ക്കും എക്സാം ഉള്ളവരൊക്കെ ഉണ്ട്. ഇന്നും എക്സാം എഴുതി നാളെയും 2 എക്സാം എഴുതേണ്ടവരൊക്കെ ഉണ്ട്. അങ്ങനെയാണ് കോമ്പിനേഷൻസൊക്കെ വരുന്നത്. എന്തായാലും ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണ് ഇത്രയും കാര്യം, അതായത് നമ്മുടെ 11 ചാപ്റ്ററുകളാണുള്ളത്. ആ 11 ചാപ്റ്ററിൽ നിന്നായിട്ട്, അതായത് മൈക്രോ എക്കണോമിക്സ് 5 ചാപ്റ്റർ, മാക്രോ എക്കണോമിക്സ് 6 കംപ്ലീറ്റ് ഇല്ല, എന്തായാലും 6 കൂട്ടാം, അങ്ങനെ 11. അപ്പോൾ ജസ്റ്റ് നോക്കേണ്ട കാര്യം സ്പീഡിൽ ഞാൻ പറഞ്ഞു പോകാം. മൈക്രോ എക്കണോമിക്സ് ഫസ്റ്റ് ചാപ്റ്ററിൽ മൈക്രോ മാക്രോ ഡിഫറൻസസ് വിത്ത് എക്സാമ്പിൾ ഒന്ന് നോക്കിക്കോളൂ. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് എക്സാം എഴുതി പുറത്തേക്ക് വരാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് നിമിഷം പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ച് തന്നെ പഠിച്ച് നോക്കുക. ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ. മൈക്രോ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട ബജറ്റ് ലൈൻ വരയ്ക്കുന്നത്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, ബജറ്റ് ലൈൻ്റെ ഷിഫ്റ്റ്, അതൊക്കെ ഒന്ന് നോക്കിക്കോളൂ. അതുപോലെ ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടി ഒന്ന് നോക്കിക്കോളൂ. അതിൻ്റെ കൂടെ ഇൻഡിഫറൻസ് കർവും ബജറ്റ് ലൈനും കൂട്ടിമുട്ടുന്ന ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒപ്റ്റിമം, കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം എന്നുള്ളത് ഒന്നങ്ങ് നോക്കിക്കോളൂ. അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ടറി ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്നാൽ അതും ഒന്ന് ചെയ്യാൻ വേണ്ടി പഠിച്ചോളൂ. ഈ ലാസ്റ്റ് സിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചോളൂ. പിന്നെ മൂന്നാമത്തെ ചാപ്റ്ററിൽ വരുന്ന ലോ വേരിയബിൾ പ്രൊപ്പോർഷൻസ്, അത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതുപോലെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, 3 സ്റ്റേജസ്: ഇൻക്രീസ് റിട്ടേൺ, കോൺസ്റ്റൻറ്റ് റിട്ടേൺ, ഡിമിനിഷിങ് റിട്ടേൺ. ലോങ് റണ്ണിൽ ഇൻക്രീസിങ് റിട്ടേൺ, ഡിമിനിഷിങ് റിട്ടേൺ, നെഗറ്റീവ് റിട്ടേൺ, ഷോർട്ട് റൺ. ഗ്രാഫ് വരക്കാനും ഒന്ന് പഠിച്ചു വെച്ചോളൂ. പിന്നെ അടുത്ത ചാപ്റ്ററിലേക്ക് വരുവാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഈക്വിലിബ്രിയം കണ്ടീഷൻസ്, ഗ്രാഫ് വരക്കുന്നത്, MC=MR, MC=MR ഫ്രം ബിലോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലെ ഇക്വേഷൻസ്. അതുപോലെ ഗ്രാഫ് വരക്കുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് മറക്കണ്ടേ. അതേപോലെ തന്നെ പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ, തറവിലയും വിലപരിധിയും ഗ്രാഫ് സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പഠിച്ചോളൂ. മൈക്രോ എക്കണോമിക്സിൽ ഇത്രയും ജസ്റ്റ് നോക്കിക്കോളൂ. ഈസി ആയിട്ട് എക്സാം എഴുതിയിട്ട് വരാം, സന്തോഷത്തോടെ എക്സാം എഴുതി വരാം. മാക്രോയിലേക്ക് വരികയാണ് ഫസ്റ്റ് ചാപ്റ്റർ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, അല്ലെങ്കിൽ കെനീഷ്യൻ റെവല്യൂഷൻ, അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷൻ 1930s, ആ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചോളൂ. പിന്നെ 4 സെക്ടേഴ്സ് ഓഫ് എൻ ഇക്കോണമി, ആ ചാപ്റ്റർ ഹൗസ് ഹോൾഡ്, ഫേം, എക്സ്റ്റേണൽ സെക്ടർ, ഗവൺമെൻറ് എന്നില്ലേ, അതൊന്ന് നോക്കിക്കോളൂ. മാക്രോ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് GDP, പ്രൊഡക്റ്റ് മെത്തേഡ്, വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, 4 മെത്തേഡ്, അതിനെ കാണിക്കുന്ന ഇക്വേഷൻസ് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എങ്കിലും പഠിച്ച് വെച്ചോളൂ. മറക്കണ്ട, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗം GDP ആൻഡ് വെൽഫെയർ. ഈസ് ദ GDP ഈസ് എ ഗുഡ് വെൽഫെയർ മെഷർ എന്ന് ചോദിക്കുമ്പോൾ ആണോന്നോ അല്ലയോണോ, എന്തുകൊണ്ടല്ല എന്ന് പറയുന്നു എന്നതിനുള്ള എക്സ്പ്ലനേഷൻ ഒന്ന് ഓർത്ത് വെച്ചോളൂ. പിന്നെ മണി ആൻഡ് ബാങ്കിങ്ങിൽ ഫങ്ഷൻസ് ഓഫ് മണി ഓർത്ത് വെച്ചോളൂ. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി ഷുവർ ആണ്. പിന്നെ നാലാമത്തെ ചാപ്റ്ററിൽ വരുവാണെങ്കിൽ AD കർവ്, അത് MPC, MPS, അതിൻ്റെ ഇക്വേഷൻസ് അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അതുപോലെ തന്നെ അവിടെ വരുവാണെങ്കിൽ AD കർവ്, AD C+I+ എന്നുള്ളത്, C+I എന്നാണ് 2 സെക്ടർ മോഡൽ. പിന്നെ അടുത്ത ചാപ്റ്ററിന് C+I+G വരും, പിന്നെ X-M കൂടി വരും. ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും ആഗ്രിഗേറ്റ് സപ്ലൈ കർവും കൂട്ടിമുട്ടുന്ന ഒരു പോയിൻറ്റ് ഇഫക്റ്റീവ് ഡിമാൻഡ് എന്നുള്ളത്, ആ 2 ഗ്രാഫ് ജസ്റ്റ് സിമ്പിളൊന്ന് വരക്കാൻ പഠിച്ചാൽ മതിയേ. പിന്നെ മാക്രോ 5ാമത്തെ ചാപ്റ്റർ ബജറ്റ്, ഗോൾസ് ഓഫ് ബജറ്റ്, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ബജറ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ബജറ്റ് നോക്കാം. അലോക്കേഷൻ ഫംഗ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ ഇല്ലേ. പിന്നെ കോമ്പോണൻസ് ഓഫ് ബജറ്റ് അല്ലേ, റവന്യൂ ബജറ്റ്, ക്യാപിറ്റൽ ബജറ്റ്. റവന്യൂ ബജറ്റിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു, റവന്യൂ റിസീപ്റ്റ്സ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ആ രീതിയിലുള്ള ഫ്ലോ ചാർട്ടും കൂടി ഒന്ന് നോക്കി വെച്ചോളൂ ബജറ്റിൻ്റെത്. പിന്നെ മാക്രോയിൽ ചോദിക്കാൻ സാധ്യതയുള്ള BOT ആൻഡ് BOP, ബാലൻസ് ഓഫ് ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കമ്പയർ ചെയ്യുന്നതൊന്നും നോക്കി വെച്ചോളൂ. അതുപോലെ എക്സ്ചേഞ്ച് റേറ്റിൽ ഫിക്സ്ഡ് ആൻഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളത് ഒന്ന് നോക്കി വെച്ചോളൂ. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ കൂടെ പാരഡോക്സോ, തൃപ്തി, റിക്കാർഡിന് ഈക്വലൻസിലോ ഒന്ന് വായിച്ചു പോയിക്കോളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുകയാണെങ്കിൽ തന്നെ എക്സാമിന് ഈ മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത്രയും നോക്കി വെച്ചാൽ നമുക്ക് സന്തോഷത്തോടെ എക്സാം എഴുതിയിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി സാധിക്കും. സെക്കൻഡറി മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ വീഡിയോ ഉണ്ട്, അത് ഞാൻ ഐക്കാർഡിൽ കൊടുക്കാൻ. താല്പര്യമുള്ളവർ വേണമെങ്കിൽ നോക്കിയാൽ മതി. ഓക്കെ, നാളത്തെ എക്കണോമിക്സ് എക്സാം വളരെ നന്നായി എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.